കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി സബ് RTOയിലെ ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ. കൃത്യമായ പരിശോധനയില്ലാതെ ടിപ്പറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിലാണ് നടപടി. വിശദാംശങ്ങളുമായി ഷമീർ അബ്ദുൾ ചേർന്നുണ്ട്. ഷമീർ, ഇന്ന് കേരളത്തെ ഞെട്ടിച്ചൊരു വാർത്തയാണ്. ഒരു വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമായിരുന്നു ഇന്നുണ്ടായത്. എന്തായാലും അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുകയാണ്. തീർച്ചയായിട്ടും കൊട്ടാരക്കരയിൽ നടന്ന ഇന്നത്തെ അപകടം ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഈ വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. 4 മാസം മുമ്പാണ് ഈ വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി സബ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയിരിക്കുന്നത്. ആ ഫിറ്റ്നസ് നൽകിയിരിക്കുന്ന MBA സുധിൻ ഗോപി, AMBA ശരത് എസ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരെ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൃത്യമായ പരിശോധന നടത്താതെ എന്തിന് ഈ ടിപ്പറിന് ഫിറ്റ്നസ് നൽകി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതിന് മറുപടി ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ലോറി കഴിഞ്ഞ ഏപ്രിൽ മാസവും സമാനമായി മണ്ണുമായി മറിഞ്ഞിട്ടുള്ളൊരു ലോറിയാണ്. നേരത്തെയും ഈ ലോറി അപകടങ്ങൾ വരുത്തിവെച്ച ലോറിയാണ്. പക്ഷേ ഡ്രൈവർ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. എന്തായാലും മുഖം നോക്കാതെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നു. 2 പേർക്കെതിരെ, ഈ വാഹനം പരിശോധിച്ച് ഫിറ്റ്നസ് നൽകിയ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. എന്തായാലും ഇനി ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കുന്നത്. ശരി, വിദ്യാർത്ഥി അടക്കം 3 പേരുടെ ജീവനെടുത്ത ടിപ്പർ അപകടത്തിലാണ് ഇപ്പോൾ കൂടുതൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.